ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നമസ്തേ. കൂട്ടുകാരെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ വാട്സപ്പ് ചാറ്റിങ്ങും അവരയക്കുന്ന വീഡിയോയും പാട്ടുമൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ. ചില നേരങ്ങളിൽ ആ വീഡിയോകളും ഡോക്യുമെൻസും പാട്ടുകളുമൊക്കെ നമുക്ക് ശല്യമായി തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? കണ്ട വീഡിയോകളും പാട്ടുകളുമൊക്കെ കൊണ്ട് നമ്മുടെ ഗ്യാലറി നിറയുമ്പോൾ, ഫോണിൽ സ്ഥലമില്ലാതാകുമ്പോൾ, ഫോൺ മെമ്മറി ഫുള്ളാകുമ്പോൾ, അതിന് ഒരു പരിഹാരം പറയാം. ഒരുപക്ഷെ ഇത് മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയാം. നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ വരുന്നതെല്ലാം നമുക്ക് വാട്സപ്പിൽ തന്നെ നിർത്താം. ഫോണിലേക്ക് സേവ് ചെയ്യേണ്ട. ഇന്നിപ്പോൾ എല്ലാവരുടെയും ഫോണിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ബഹളമാണ്. നമ്മുടെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പുകൾ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ, സുഹൃത്തുക്കളടങ്ങുന്ന ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പുകൾ, സ്കൂൾ കോളേജ് കാലത്തെ ഗ്രൂപ്പുകൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ, ഇപ്പോൾ ഓൺലൈൻ വാട്സപ്പ് ക്ലാസ്സുകൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, എന്നിങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ കൊണ്ട് നമ്മുടെ ഫോൺ എപ്പോഴും ഫുള്ളാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ വഴി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ആദ്യം നമ്മൾ വാട്സപ്പിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം ഏത് ഗ്രൂപ്പാണോ നമുക്ക് അത്യാവശ്യമില്ലാത്ത ഒരുപാട് മെസ്സേജുകൾ വരുന്ന ഗ്രൂപ്പ്, ഇപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന മൈ ഫാമിലി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഗ്രൂപ്പ്, എനിക്കതിൽ വരുന്ന മെസ്സേജുകളെ എന്ത് ചെയ്യണം? ഈ വാട്സപ്പിൽ തന്നെ നിർത്തണം. അതിനുവേണ്ടി ഞാനത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പേരെഴുതി കാണിക്കുന്ന സ്ഥലം, ടൈറ്റിൽ ബാറിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ അത് ഓപ്പൺ ആവും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്: മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, കസ്റ്റം നോട്ടിഫിക്കേഷൻ, മീഡിയ വിസിബിലിറ്റി. അങ്ങനെ മൂന്നാമതായിട്ട് കാണുന്ന മീഡിയ വിസിബിലിറ്റി എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലൊരു ബോക്സ് ഓപ്പൺ ആവും. ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺസ് ഗാലറി. ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അയക്കണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡിഫോൾട്ടായിട്ട് യെസ് ആണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോൺ മെമ്മറിയിൽ അത് സേവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ഥലമുണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കതിനെ മാറ്റി, ആ ഡിഫോൾട്ട് എന്നുള്ളത് മാറ്റി ഏറ്റവും ചുവട്ടിലായിട്ടുള്ള നോ എന്നുള്ളതിലേക്ക് ടിക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഗ്രൂപ്പിൽ വരുന്ന യാതൊരു വീഡിയോയും ഓഡിയോയും ഒന്നും തന്നെ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് കാണേണ്ട സമയത്ത് വാട്സപ്പിൽ അതെല്ലാം കാണാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് ഗ്രൂപ്പുകളുമൊക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അവിടെയും ഏറ്റവും മുകളിലായിട്ട് ആ ടൈറ്റിൽ ബാറിലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഓപ്പണായി. മീഡിയ വിസിബിലിറ്റി എന്നുള്ളതെടുത്തു. ഡിഫോൾട്ട് യെസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോ പ്രസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതുപോലെ ഗ്രൂപ്പുകൾക്ക് മാത്രമല്ല, നമുക്ക് നമ്മളുടെ വ്യക്തികളുടെ, സുഹൃത്തുക്കളുടെയൊക്കെ തന്നെ ഗ്രൂപ്പുകളല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരെയും നമുക്കതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാകില്ല. അത് നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. നന്ദി.